Good morning, students. In the last class, we discussed how do we see an object. നമ്മൾ എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കാണുമെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ ഫിഗേഴ്സ് വെച്ചിട്ട് ലൈറ്റിൻ്റെ പാസേജ് നമ്മൾ വരച്ചു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് എ പ്ലെയിൻ മിറർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് വന്ന് ഒരു മിററിൽ പതിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻഡ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിഗറിലൂടെ ഡിസ്കസ് ചെയ്യാം. റിഫ്ലക്റ്റഡ്, ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നതാണ്. അതിനായി നമ്മൾ ഫസ്റ്റ് ഒരു പ്ലെയിൻ മിറർ വരയ്ക്കുക. ഇതാണ് നമ്മുടെ പ്ലെയിൻ മിറർ. ദിസ് ഈസ് പ്ലെയിൻ മിറർ. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിച്ചു. ഈ വന്ന് പതിക്കുന്ന ലൈറ്റിനെ നമുക്ക് ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം. ഇതിലെ ഈ പ്ലെയിൻ മിററിലേക്ക് വന്ന ലൈറ്റ് പതിച്ചു, അതിനെ നമുക്ക് ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കറിയാം ഏത് ലൈറ്റ് വന്ന് പതിച്ചാലും ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഒബ്ജക്റ്റുകളെ കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ആ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിൽ വരുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റുകളെ കാണുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മിററിലേക്ക് ലൈറ്റ് വന്ന് പതിച്ചു, അതിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിച്ചു. ഈ ഇൻസിഡൻറ്റ് റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്തു പോകും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് കൊണ്ട് നമുക്കിതിനെ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കാം. വന്ന് പതിക്കുന്ന റേസിനെ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിച്ചു. റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിച്ചു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. ഈ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലറായിട്ട് ഇൻസിഡൻറ്റ് റേയിനോട് ചേർന്ന് വരക്കുന്നതിനെ നമുക്ക് നോർമൽ എന്ന് വിളിക്കാം. അപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലറായി വരക്കുന്ന ഇൻസിഡൻറ്റ് റേയിൻ്റെ പാത്തിൽ വരക്കുന്നതിനെ നമുക്ക് നോർമൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേ വന്നു, ആ റേ റിഫ്ലക്റ്റ് ചെയ്തു പോയി, അതുകൊണ്ട് റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിച്ചു. പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലറായി വന്നതിനെ നമ്മൾ നോർമൽ എന്ന് വിളിച്ചു. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആണ്. അതായത് ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിളിനെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കാം. ഇൻസിഡൻസിൻ്റെ റേസിൽ ഉണ്ടാകുന്ന ആംഗിൾ, നോർമലിനും ഇൻസിഡൻറ്റ് റേയുടെയും നടുക്കുണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിച്ചു. ഇനി നോക്കുക, റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. ഇത് വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിച്ചു, വന്ന് പതിക്കുന്ന ലൈറ്റിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിച്ചു. ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു പോയി, അതുകൊണ്ട് നമ്മൾ അതിനെ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിച്ചു. ഈ പ്ലെയിൻ മിററിനെ പെർപെൻഡിക്കുലറായി ഇൻസിഡൻറ്റ് റേയുടെ പാത്തിൽ വരുന്നതിനെ നമ്മൾ നോർമൽ എന്ന് വിളിച്ചു. പിന്നെ നോക്കുക, ഈ ഇൻസിഡൻറ്റ് റേയുടെയും നോർമലിൻ്റെയും ഇടയിലുണ്ടാകുന്ന ആംഗിളിനെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഇവിടെ ഉണ്ടായ ആംഗിളൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആംഗിൾ, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ, ഇൻസിഡൻറ്റ് റേയുടെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിച്ചു. റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിച്ചു. അത്രയുമാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണുള്ളത്. എന്താണെന്ന് നോക്കൂ. അറേഞ്ച് ആൻ അപ്പാരറ്റസ് ആൻഡ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്നത് പോലെ നിങ്ങൾ അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത്? ഫിക്സ് എ സ്മോൾ മിറർ ഓൺ എനി വൺ ഓഫ് ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പാരൻറ്റ് വെസൽ. ട്രാൻസ്പാരൻറ്റ് വെസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശത്തെ കടത്തിവിടുന്ന ഒരു വെസൽ. അത് പുറമേ കാണാം, നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വെസലിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്മോൾ മിറർ വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? കട്ട് ഔട്ട് ഓഫ് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്ടക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദ ആംഗിൾസ്. നിങ്ങൾ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതിൽ നമ്മളുടെ പ്രൊട്ടാക്ടറിൻ്റെ അളവുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ട് വേണം, ഈ പിക്ചറിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്തിട്ട് വേണം ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആംഗിളെല്ലാം നന്നായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം?
ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ. നമ്മളെടുത്ത ആ ട്രാൻസ്പാരൻറ്റ് വെസലിൽ എന്ത് ചെയ്യണം? വാട്ടർ ഒഴിക്കണം. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്ക് ഓർ സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്. അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്കോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനോ ആഡ് ചെയ്യണം. എന്തിനാണ് ഇത് ആഡ് ചെയ്യുന്നത്? ദിസ് ഈസ് ടു സീ ദ പാത്ത് ഓഫ് ലൈറ്റ് ക്ലിയർലി. വന്ന് പതിക്കുന്ന ലൈറ്റ്, നമ്മൾ ലൈറ്റൊക്കെ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ മിൽക്കോ അല്ലെങ്കിൽ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്കോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേസ് എ ലേസർ ടോർച്ച് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് ബീം ഓൺ ദ മിറർ ദ സീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഒരു ലേസർ ടോർച്ച് അടിക്കണം. ആ ലേസർ ടോർച്ച് ഒരിക്കലും നമ്മുടെ കണ്ണിൽ ടച്ച് ചെയ്യരുത്, അത് വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ ആ വാട്ടറിലേക്ക് വേണം ലേസർ ടോർച്ച് അടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യുക. ഒരു ടോർച്ച് നമ്മൾ ആ വാട്ടറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ടേക്ക് കെയർ ദാറ്റ് ദ ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ഡസ് നോട്ട് ഫോൾ ഓൺ യുവർ ഐസ്. അപ്പോൾ നിങ്ങൾ ടോർച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇപ്പുറത്ത് കൊടുത്തേക്കുന്ന ആ ടാബുലാർ കോളം നിങ്ങൾ ഫില്ല് ചെയ്യണം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ്, ചേഞ്ച് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ടാബുലേറ്റ് ദ റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടുകളെ നിങ്ങളിങ്ങനെ ടാബുലാർ കോളം വരച്ച് അറേഞ്ച് ചെയ്യണം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്മോൾ മിറർ എടുക്കുക, അതൊരു ട്രാൻസ്പാരൻറ്റ് വെസലിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ആംഗിൾസൊക്കെ അടയാളപ്പെടുത്തണം. അതിനുശേഷം ആ വെസലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ഒഴിക്കണം. അതിലേക്ക് 3 ഡ്രോപ്സ് ഓഫ് മിൽക്കോ സോപ്പ് സൊല്യൂഷനോ ആഡ് ചെയ്യണം. എന്തിനാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്? വാട്ടറോ മിൽക്കോ സോപ്പ് സൊല്യൂഷനോ ആഡ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. അതിനുശേഷം ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ വാട്ടറിലേക്ക് തെളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലൈറ്റ് ബീം റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ ടാബുലാർ കോളത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 50 ആണ്. അപ്പോൾ എന്താ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക? നിങ്ങൾ ആ വെസലിലേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്ലെയിൻ മിററിൽ ഏത് ലൈറ്റ് വന്ന് പതിച്ചാലും അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ എന്തായിരിക്കും? നമ്മൾ അടിക്കുന്ന ഇൻസിഡൻറ്റ് റേയുടെ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനിലും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് അടിക്കുമല്ലോ, അപ്പോൾ ആ ലൈറ്റ് അടിക്കുന്ന ആംഗിൾ നോക്കുക. ടോർച്ച് തെളിക്കുന്ന ആംഗിള് ഇപ്പം 30 ഡിഗ്രിയിലാണ് നിങ്ങൾ ടോർച്ച് അടിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ലൈറ്റ് തിരിച്ചു പോകുന്ന പാത്ത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 30 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ അടിക്കുന്ന ലൈറ്റ് 40 ഡിഗ്രിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ആയിരിക്കും. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഇൻസിഡൻസ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി മനസ്സിലാക്കുകയൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റ് റേയുടെ അതേ ആംഗിൾ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റർ റേയിൽ ഉണ്ടാകുന്നത്. അത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. ടുഡേ വി വിൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു.